ടാ വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു പ്രോഡക്റ്റ് കണ്ടാലോ? എന്ത് പറയുന്നു? ഓഫ് കോഴ്സ് തെമോയിൽ നിന്നും തന്നെ പർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. ആക്ച്വലി ഗേൾസിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എനിക്കിത് അത്രത്തോളം കംഫർട്ടായിട്ടും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടും തോന്നി. കാരണം നമുക്ക് നോർമലി എപ്പോഴുമുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാഗി ടൈപ്പ് സാധനം എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഫിറ്റ് ആവത്തില്ല. ഇപ്പം നോർമലി ഇപ്പോൾ പിയർ ഷേപ്പ് ബോഡി ഷേപ്പ് ഉള്ളവർ, ഇപ്പം ഞാൻ പിയർ ഷേപ്പാണ്, അപ്പോൾ പിയർ ഷേപ്പ് ബോഡി ഷേപ്പ് ഉള്ളവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തൈസിൻ്റെ ഫിറ്റ്നസ് നോക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഹിപ്പ് ലൂസായിരിക്കും. ഹിപ്പിൻ്റെ കറക്റ്റായിട്ട് നോക്കി എടുത്തു കഴിഞ്ഞാൽ തൈസ് ടൈറ്റ് ആവും, നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് ബാഗി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ലൂസ് ഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സൈസിനേക്കാളും ഒരു സൈസ് വലുതെടുത്താലേ നമുക്ക് കറക്റ്റ് ആവത്തുള്ളൂ. ലൈക്ക് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കിനും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ വിയർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊരു പെർഫെക്റ്റ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിരുന്നാലും കുറച്ചും കൂടി ഒരു ലൂസ് ഫിറ്റ് ഇതുപോലത്തെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കൊരു സൈസ് വലുതെടുത്താലേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഓക്കെ ഒരു ലെങ്ത് ഉള്ളൊരു ടീഷർട്ടിൻ്റെ കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ബെല്ലി ബട്ടൺ കാണുന്ന ഒരു സീൻ ഉണ്ടാവത്തില്ല. ബട്ട് ഇതുപോലെ ക്രോപ്പ് ടോപ്സ് ഇടുമ്പോഴത്തേക്കിനും നമുക്ക് മോസ്റ്റ്ലി ഒരു ബെല്ലി ബട്ടൺ കാണുമ്പോഴത്തേക്കിനും മേ ബി അൺകംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ലൈക്ക് ഇങ്ങനെ ഹൈ വേസ്റ്റ് ആയിട്ട് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും മോസ്റ്റ്ലി എന്താണ് ചെയ്യാറ്? നമ്മൾ ബെൽറ്റ് ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റായിട്ട് നമുക്കിപ്പോൾ ഒരു യൂറിൻ വരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോയിട്ട് ഈ ബെൽറ്റ് അയക്കുന്നതിനുള്ളിൽ തന്നെ നമുക്ക് പോകും. എനിക്ക് ഒരു വട്ടം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ബെൽറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ബെൽറ്റ് അയക്കുന്നതിന് മുന്നേ തന്നെ ലൈക്ക് നമ്മൾ ലൈറ്റായിട്ട് ആ ഒരു 1-2 തുള്ളി വരുന്നെന്ന് പറയുന്നില്ലേ, അതുപോലെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ തപ്പിപ്പറക്കി ഇരുന്നപ്പോഴത്തേക്കിനും ഒരു പ്രോഡക്റ്റ് കണ്ടത്. ഞാനത് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിൻ്റെ 1-2 കളർ വെറൈറ്റീസ് ഞാൻ എടുത്തു. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ നമ്മുടെ ഏത് കളറിലെ ഷെയ്ഡിലുള്ള പാൻസ് ആണോ ഉള്ളത് അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും നമുക്ക് ആ ഒരു മാച്ചിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു നമ്മളൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീല് കാണുന്നവർക്ക് തോന്നത്തില്ല. മനസ്സിലായില്ലേ? സോ പ്രൊഡക്റ്റ് കാണിക്കാം. ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇത് ലൈക്ക് ഒരു 10-15 dirhams എന്തോ ആണ് ടെമൂല് റേറ്റ് വരുന്നത്. എനിക്കിത് കുറച്ചും കൂടെ ഓഫർ പ്രൈസിൽ എന്തോ വന്നപ്പോഴത്തേക്കിനുമാണ്, എനിക്ക് 8 dirhams സംതിങ്ങിന് വന്നതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്തതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 15 dirhams സംതിങ് ആണ്. സോ ഇത് വന്നിട്ട് 5 കളർ ഷെയ്ഡിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്, ലൈക്ക് ഒരു പാക്കേജ് ആയിട്ട് വരുന്നത്. 5 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, സിംഗിൾ പീസും ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് വാങ്ങിയിരുന്നത് ബ്ലാക്ക് ആണ്. അത് എൻ്റെ ഇപ്പോൾ ഉണ്ട്, ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വന്നിട്ട് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ദിസ് വൺ ഗ്രേ. അപ്പോൾ ഇതിങ്ങനെ വരുന്നത്. ഇത് വന്നിട്ട് ബെൽറ്റ് സ്ട്രെച്ചബിൾ ആണ്, നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ, ഇലാസ്റ്റിക് ആണ് വരുന്നത്, സ്ട്രെച്ചബിൾ ആണ്. സോ ഞാനിപ്പോൾ ഇത് ഗ്രേ പാൻറ് ഇട്ടിരിക്കുന്നതാണ് ഞാൻ ഗ്രേ ബെൽറ്റ് എടുത്തത്. സോ നമ്മളിത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലൈക്ക് ഇത് കണ്ടോ, നമ്മളിങ്ങനെ ടിക്ക് അടിക്കുന്ന സൂനയാണ് കണ്ടോ, ടിഷ്ക ടിഷ്ക. പിന്നെ നമുക്കതിൻ്റെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് കണ്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാ സ്ട്രാപ്പൊക്കെ ടൈറ്റ് ചെയ്യുന്നത് പോലെ നമുക്കിതിങ്ങനെ നമ്മുടെ ഹിപ്പിൻ്റെ ഇതനുസരിച്ച് നമുക്ക് എത്ര ടൈറ്റ് വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളായിട്ട് കവറായിട്ട് വരുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ നമ്മളിതിപ്പം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ. സിമ്പിളാണ്, ഈസി ടു വെയർ ആണ്, സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് മെയിനായിട്ട് ഈ ഒരു ബെൽറ്റ് അഴിക്കുന്നതിനും തിരിച്ചത് ഇടുന്നതിനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു 2 പോർഷനിലായിട്ട് നമുക്കിതിങ്ങനെ ടിക്ക് അടിച്ച് 2 സൈഡിലും അതിൻ്റെ ആ ഒരു ടിക്ക് അടിക്കുന്ന സുനയുണ്ട്. അത് വെച്ച് നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അതിങ്ങനെ ഇരിക്കും. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഇടാം. കണ്ടോ, ഇങ്ങനെ ഇത് ഇടുമ്പോഴത്തേക്കിനും ലൈക്ക് നമ്മളിപ്പോൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ളത് വലുതായിട്ട് ആരും അറിയാനും പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്കിപ്പം ബട്ടണൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മനസ്സിലായോ? മറ്റേതിങ്ങനെ നമ്മൾ ആ ബെൽറ്റിൻ്റെ ഇതിങ്ങനെ അഴിക്കണം, അതിൻ്റെ കുരുക്ക് അഴിക്കണം, ഇതഴിക്കണം, ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബെൽറ്റ് ഇടുമ്പോഴാണെങ്കിലും ഈ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു പൊന്തിപ്പുണ്ടാവും നമ്മൾ ബെൽറ്റ് കെട്ടുമ്പോഴത്തേക്കിന്. ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കണ്ടോ, എത്ര നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, കണ്ടു ടിടിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ എലാസ്റ്റിക് ലൈക്ക് അഡ്ജസ്റ്റബിൾ ഒരു ബെൽറ്റ് വരുന്നത്. സോ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറക്കാതെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഇതൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക എൻ്റെ ചാനൽ. പിന്നെ മറക്കാതെ എൻ്റെ ഇൻസ്റ്റ ID കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഐ എം ലിമിറ്റഡ് എഡിഷൻ. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ ഗ്യാസ്. ബൈ ബൈ. ലവ് യു ഓൾ.